വളരെ വേഗത്തിൽ തന്നെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങളും അവസാനമായി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എം.എസ്. ഈ ബിനോയ്, ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഒരു വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ അതിശക്തമായ ഒരു മഴ പെയ്താൽ പോലും ആ മഴ കൊണ്ട് പോലും അണയ്ക്കാനാവാത്ത അത്ര അധികം ശക്തിയിലുള്ള അഗ്നിബാധയാണ് എന്ന് പറയാമല്ലേ? അതെ, അതായത് ഈ കപ്പലുകൾ ശ്രമിച്ചതും അങ്ങനെയാണ്. മുകളിൽ നിന്നും റെയിൻ ഡ്രോപ്സ് പോലെ വെള്ളം ഈ കപ്പലിലേക്ക് വീഴ്ത്തുക, അല്ലാതെ ഡയറക്റ്റ് അടിക്കാൻ പറ്റില്ല. കാരണം ഈ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഫോഴ്സ് ശക്തി കൊണ്ട് ചരിയുകയോ മറിയുകയോ ചെയ്യുന്നതുകൊണ്ട് മുകളിലേക്ക് വെള്ളം ചീറ്റിയതിനു ശേഷം ആ വെള്ളം ഈ ഇതിലേക്ക് വീഴ്ത്തുക എന്നുള്ളൊരു രീതിയാണ് അവർ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിനാണ് ഈ 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഇതിന്റെ 4 വശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീയണക്കൽ പ്രക്രിയയെക്കുറിച്ചായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ കപ്പലിനകത്ത് രാസവസ്തുക്കളായതുകൊണ്ട് നേരിട്ട് വെള്ളം കപ്പലിലേക്ക് ചീറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം മുകളിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് ആ വെള്ളം ഈ കപ്പലിലേക്ക് വീഴ്ത്തി തീയണയ്ക്കാനുള്ള നീക്കമായിരുന്നു അവർ നടത്തിയിരുന്നത്. അത് അസാധ്യകരമാണ്. ഒരു വലിയ മഴയ്ക്ക് പോലും ഈ തീയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ ഉരുക്ക് പാളികൾക്കുള്ളിലാണ് ഈ രാസവസ്തുക്കൾ ഇരിക്കുന്നത്. ഈ ഉരുക്ക് പാളികൾ പോലും തിളച്ച് വലിയ ഭയങ്കരമായ ചൂടിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് കപ്പലിനുള്ളിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുറത്ത് മഴ പെയ്താൽ പോലും അകത്ത് പടരുന്ന തീയെ ഒരിക്കൽ പോലും കെടുത്താൻ കഴിയാത്ത തരത്തിലേക്ക് അഗ്നി കപ്പലിനുള്ളിലേക്ക് ബാധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എം.എസ്. കേരളം കണ്ട ഏറ്റവും വലിയ അതിഭീകരമായ ഒരു കപ്പൽ ദുരന്തമായിട്ടാണ് ഇത് മാറുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഇനിയും വരും. അത് വരുന്ന മുറയ്ക്ക് നമ്മൾക്ക് ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾക്ക് പോവുകയും ചെയ്യാം.